ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹമേരിവാ മനുഷ്യരിലെന്തു നന്മ കണ്ടു നീരക്ഷാകരാ. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹമേരിവാൻ മനുഷ്യരിലെന്തു നന്മ കണ്ടു നീരക്ഷാകരാ. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹമേരിവാൻ മനുഷ്യരിലെന്തു നന്മ കണ്ടു നീരക്ഷാകരാ. ഇന്ന് ലോകമെങ്ങും ഗുഡ് ഫ്രൈഡേ ആണല്ലോ. കേരളത്തിൽ ദുഃഖ വെള്ളിയാഴ്ച എന്ന് നാം പറയുന്നു. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് വിശുദ്ധനായ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 27-ാം അധ്യായം. ആ 27-ാം അധ്യായമാണ് ആ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള പ്രധാനമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അധ്യായം. ആ അധ്യായത്തിലെ 27-ാം അധ്യായത്തിൻ്റെ 54-ാമത്തെ വാക്യമാണ് ഇന്ന് ദൈവവചന ചിന്തയ്ക്കായിട്ട് വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. 27-ാം അധ്യായം 54-ാം വാക്യം കർത്താവായ യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് റോമൻ ഗവൺമെൻറ് ഏൽപ്പിച്ചതായിരിക്കുന്ന 100 പോലീസുകാരുടെ ഉത്തരവാദിത്വമുള്ള ഒരു ശതാധിപൻ പറഞ്ഞതായ ഒരു വാക്യമാണ്. നമുക്കത് വായിക്കാം. ശതാധിപനും അവനോട് കൂടെ യേശുവിനെ കാത്തു നിന്നവരും ഭൂകമ്പം മുതലായവ സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രൻ ആയിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ക്രൂശീകരണം എന്ന ആ ശിക്ഷാവിധിയെക്കുറിച്ച് പ്രാരംഭമായിട്ട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യനെ പലവിധത്തിലും കൊല്ലാൻ കഴിയും. റോമൻ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം വാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്നതായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ശിക്ഷാവിധി. യഹൂദ നിയമത്തെ, യഹൂദ മതത്തിൻ്റെ നിയമം നോക്കിയാൽ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള മരണങ്ങൾ ഉണ്ടായിരുന്നു. അമ്പുകൊണ്ട് കൊല്ലുന്നതായ നിയമം ഉണ്ടായിരുന്ന സ്ഥലമുണ്ടായിരുന്നു. എന്നാൽ ഈ ക്രൂശ് മരണത്തിന്, കുരിശിലെ മരണത്തിന് മറ്റു മരണങ്ങളിൽ നിന്നൊക്കെയും ചില വ്യത്യസ്തതകളുണ്ട്. ഒന്ന്, ക്രൂശ് മരണം എന്ന് പറയുന്നത് ഇഞ്ചിഞ്ചായി വേദന സഹിച്ചുള്ള ഒരു മരണമാണ്. വാളുകൊണ്ട് തലവെട്ടിയാൽ ആ നിമിഷം കൊണ്ട് വേദന തീർന്നു. വെടിവെച്ച് കൊന്നാൽ പെട്ടെന്ന് കഴിഞ്ഞു, തൂക്കിക്കൊന്നാൽ പെട്ടെന്ന് കഴിഞ്ഞു. എന്നാൽ കുരിശിൽ ഒരുപക്ഷെ 2 മരങ്ങൾ ചേർത്ത് കെട്ടിയിട്ടുള്ള കുരിശിൽ ഒരാളെ തൂക്കിയിട്ട് കൈകാലുകളൊക്കെ ആണികൊണ്ട് തറച്ച് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ അവസാന ഇഞ്ചിഞ്ചായുള്ള വേദന സഹിച്ച് ചില അവസരങ്ങളിൽ 3-4 ദിവസം വരെ അങ്ങനെ കിടക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനൊരു മരണമാണ് ക്രൂശ് മരണം. ക്രൂശ് മരണം അത് റോമൻ പടയാളികളുടെയോ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മാത്രമോ ഒരു കണ്ടുപിടുത്തമല്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൂശ് മരണങ്ങളുണ്ട്. ഞാനതിനെക്കുറിച്ച് ഒരിക്കൽ പഠിച്ചപ്പോൾ ജപ്പാനിൽ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ തൻ്റെ മകളെ ഉപദ്രവിച്ചതായിരിക്കുന്ന ഒരു സബോർഡിനേറ്റ് അല്ലെങ്കിൽ ആ വീട്ടിലെ ഒരു വേലക്കാരൻ ഇനി ഒരിക്കലും ആരും അത് ആവർത്തിക്കാതിരിക്കാൻ തക്കവണ്ണം ഒരു ക്രൂശ് മരണം കൊടുക്കുവാനിടയിൽ ഈ മനുഷ്യൻ്റെ 2 കാലുകളിൽ 2 മരത്തിൽ കെട്ടിയിട്ട് 2 കൈകളും കെട്ടിയിട്ട് മരണം വരെ ആ മരത്തിൽ
കെട്ടിയിട്ട് പക്ഷികളും മറ്റൊക്കെ വന്ന് കണ്ണ് കൊത്തിപ്പറിച്ച് ശരീരത്തിൽ നിന്ന് മാംസം കഴിച്ച് രക്തം വാർന്ന് മരിക്കുന്ന ഒരനുഭവം. ഞാൻ നമ്മുടെ തൃപ്പൂണിത്തറയിലുള്ള ഹിൽ പാലസിൽ ഒരിക്കൽ സൺഡേ സ്കൂൾ സ്റ്റുഡൻസിനെ കൊണ്ട് ഒരു സ്റ്റഡി ടൂർ പോയപ്പോൾ അവിടെയും ഒരു ക്രൂശീകരണത്തിന് തുല്യമായിരിക്കുന്ന ഒരു ശിക്ഷാവിധിയെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഇരുമ്പിൻ്റെ കൂട് കാണുവാനിടയിൽ. അപ്പോൾ ആ ഗൈഡ് ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, ഇത് ഈ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു പ്രാചീനമായിരിക്കുന്ന ഒരു കഠിനമായൊരു ക്രൂരമായ ശിക്ഷാവിധിയായിരുന്നു. ചിലരെ ഈ കൂട്ടിനുള്ളിൽ കറക്റ്റ് ആളുടെ ശരീരം അകത്ത് കയറ്റാവുന്ന തരത്തിലുള്ള ഈ കൂട്ടിനുള്ളിൽ ഇട്ടിട്ട് വലിയ മരത്തിന് മുകളിൽ കെട്ടിയിടും. കഴുകന്മാരും പരുന്തു കാക്കയൊക്കെ വന്ന് കണ്ണു കുത്തിപ്പറിക്കും. ശരീരഭാഗങ്ങൾ രക്തം ചിന്തി 3-4 ദിവസം കഴിയുമ്പോൾ ആ മനുഷ്യൻ മരിക്കും. ഇങ്ങനൊരു ശിക്ഷാവിധി കേരളത്തിലും ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ എങ്ങനെയുള്ള കുറ്റവാളികളെയാണ് ക്രൂശുമരണത്തിന് വിധേയയാക്കുക എന്ന് ചോദിച്ചാൽ 2 ഉത്തരമാണുള്ളത്. ഒന്ന്, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അടിമകളായവർ കൊലക്കുറ്റം ചെയ്താൽ അങ്ങനെയുള്ളവരെ ശിക്ഷിക്കും. അതല്ലെങ്കിൽ സമൂഹത്തിനും രാജ്യത്തിനും അതുപോലെ മതത്തിനും എതിരെ പ്രവർത്തിച്ചവരും ഇനി അവരുടെ ഓർമ്മകൾ മനുഷ്യ മനസ്സുകളിൽ നിന്ന് ഒരിക്കലും ഓർമ്മിപ്പിച്ചുണർത്താൻ കഴിയാത്ത വിധത്തിൽ മറന്നു പോകുവാൻ തക്കവണ്ണം അതിക്രൂരമായ ശിക്ഷാവിധിയായിരുന്നു ക്രൂശിലെ മരണം. ഈ ക്രൂശിലെ മരണമാണ് കർത്താവായ യേശു ഏറ്റെടുത്തത്. എന്ന് പറഞ്ഞാൽ സാധാരണ കൊടും കൊലപാതകിയോ കൊടും ക്രൂരനോ സമൂഹം ഓർമ്മിക്കാൻ പോലും ഇനി ഓർമ്മിക്കരുത് എന്ന് വിശ്വസിക്കുന്നവരുമാണ് ക്രൂശുമരണത്തിന് അർഹരായിരുന്നെങ്കിൽ യേശു അതിനായി ചെയ്ത തെറ്റെന്താണ്? അതാണ് നമുക്കൊന്നാമതായി ചിന്തിക്കാനുള്ള അവസരം. ക്രൂശിൽ ആ ക്രൂശുമരണത്തിന് വിധേയനായ യേശു ക്രിസ്തു 4 കോടതികളിൽ 6 വട്ടം വിസ്തരിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മഹാപുരോഹിതന്റെ സ്ഥലത്ത് സെൻഹെദ്രിൻ സംഘത്തിന്റെ മുമ്പിൽ, പിന്നെ പിലാത്തോസിന്റെ അരമനയിൽ, ഹെറോദോസിന്റെ സ്ഥലത്ത്, അങ്ങനെ 4 സ്ഥലത്ത് 6 വട്ടം കർത്താവായ യേശു വിസ്തരിക്കപ്പെടുവാനായിട്ടിടയായി. നമ്മെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കുന്ന പ്രധാന കാര്യം, ഈ 6 വട്ടത്തെ വിസ്താരത്തിലും പ്രധാനപ്പെട്ട 6 വ്യക്തികൾക്കും, അല്ലെങ്കിൽ ഒരിക്കലും ക്രൂശിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ ഉള്ള തെളിവുകളായിരുന്നു യേശുക്രിസ്തുവിന് ലഭിച്ചത്. എന്ന് പറഞ്ഞാൽ പീലാത്തോസ് താൻ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന് 4-ാം വാക്യം നാം വായിക്കുമ്പോൾ, താൻ കൈകളെ കഴുകിയിട്ട് ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരനുഭവമാണ് നമ്മളവിടെ കാണാൻ കഴിയുന്നത്. ഇന്ന് ഈ COVID-19 സമയത്ത് ഈ വൈറസ് നമ്മുടെ കയ്യിൽ വരാതിരിക്കാൻ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് 20 സെക്കൻഡ് നേരം നമ്മുടെ കൈകളൊക്കെ കഴുകുമ്പോൾ ജേം ഫ്രീ ആവും. എന്നാൽ പിലാത്തോസ് അധികാരത്തിലിരിക്കുന്ന മനുഷ്യൻ ഒഴിവുകഴിവില്ല ജനത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം, യഹൂദന്മാരെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം താൻ കൈകളെ കഴുകിയിട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞിട്ട് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. പിലാത്തോസ് ഹെറോദോസിന്റെ അടുത്തേക്ക് യേശുവിനെ പറഞ്ഞയക്കുന്ന സന്ദർഭം ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ താൻ ഹെറോദോസ് തന്നെ വിസ്തരിച്ചത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് അയക്കുന്ന സന്ദർഭത്തിൽ ഒരു കത്ത് കൊടുത്തയക്കുന്നുണ്ട്. ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്:
ഈ മനുഷ്യന് മരണകരമായിരിക്കുന്ന ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, റോമൻ ഗവൺമെന്റിന്റെ രണ്ട് പ്രധാനപ്പെട്ടവർ, പിലാത്തോസും ഹെറോദോസും, ഒരുപോലെ യേശുവിനെ കുറിച്ച് പറഞ്ഞു, ഈ മനുഷ്യൻ മരണകരമായ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പിലാത്തോസിന്റെ ഭാര്യ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ആ വിസ്താരത്തിന്റെ രാത്രി അവർക്ക് ഉറക്കം ലഭിച്ചില്ല. അവർ ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തയച്ചു, പിലാത്തോസിന്റെ ഭാര്യ. അവർ പറഞ്ഞു, ഈ മനുഷ്യൻ നീതിമാനാണ്, നിങ്ങൾ ഒരിക്കലും ഈ മനുഷ്യന്റെ കാര്യത്തിൽ ഒരു നടപടി എടുക്കരുത് എന്ന് പ്രത്യേകമായി പറഞ്ഞയച്ചു. പിലാത്തോസ്, ഹെറോദോസ്, പിലാത്തോസിന്റെ ഭാര്യ. ഇനി നാം കാണുന്നത് കർത്താവായ യേശുവിനോട് കൂടെ രണ്ട് കൊടും ക്രിമിനൽസ്, രണ്ട് കള്ളന്മാരെ, ഒരാളെ വലത്തും ഒരാളെ ഇടത്തുമായിട്ട് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവര് ആദ്യമൊക്കെ അവർ യേശുവിനെ രണ്ടുപേരും പരിഹസിച്ചു എന്നാണ് ദൈവദിനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന്, ഒരു കള്ളന്, വലത്തുഭാഗത്തുണ്ടായിരുന്ന കള്ളന് ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ നടുക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തു യാതൊരു പാപവും ചെയ്യാത്തവനാണ്. താൻ ഓർത്തെടുത്തു, തൻ ജീവിതത്തിലെ അനുഭവങ്ങളെ ഓർത്തു. എന്നിട്ട് തൻ്റെ കൂടെ പരിഹസിച്ചിരുന്ന മറ്റേ ശിഷ്യന്, മറ്റേ കള്ളനെ അമർച്ചയായി ശാസിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മളൊക്കെ ഈ ശിക്ഷാവിധിക്ക് യോഗ്യനാണ്. എന്നാൽ ഈ നമ്മുടെ മധ്യത്തിൽ കിടക്കുന്ന ഈ യേശു ക്രിസ്തു താൻ മരണത്തിന് യോഗ്യനല്ല. എന്നിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് ആ കള്ളൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ച് വരുമ്പോൾ ഈ എളിയവനെ ഓർക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ കള്ളൻ താൻ മാനസാന്തരപ്പെട്ട് ഈ ലോകത്തിൽ അവസാനിക്കുന്നതല്ല, കർത്താവായ യേശു മരിച്ച് ഉയർത്തെഴുന്നേൽക്കുമെന്നും തൻ്റെ രാജ്യം സ്ഥാപിക്കാൻ തിരികെ വരുമെന്നും വിശ്വസിച്ചുകൊണ്ട് തന്നെ പാപമില്ലാത്ത രക്തമാണ് താൻ ചിന്തപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് കർത്താവിനോട് അഭയാചന കഴിക്കുന്ന ഒരനുഭവം. ആ പ്രസ്താവനയോടുകൂടെ തന്നെ യേശു ക്രിസ്തു പാപമൊന്നും ചെയ്യാത്തവനാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഒരു കോടതിയിൽ നിന്ന് ഒരാളെ ഫ്രീ ആക്കുന്നതിന് സാക്ഷികൾ വളരെ പ്രാധാന്യമറിയിക്കുന്നു. ആ സാക്ഷ്യമാണ് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുന്നത്. ശരിക്കു പറഞ്ഞാൽ കർത്താവിൻ്റെ ശിഷ്യനായിരുന്ന, കർത്താവിൻ്റെ ട്രഷററായിരുന്ന എന്ന് വേണമെങ്കിൽ പറയാം, പണത്തിൻ്റെ ചുമതല കർത്താവ് ഏൽപ്പിച്ചിരുന്ന യൂദാസ്കറിയാത്ത താൻ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് തന്നെ യേശുവിനെ ക്രൂശിക്കുന്ന ഒരനുഭവത്തിലേക്ക് യേശു കടന്നു പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ മനം നൊന്ത് തനിക്ക് പ്രതിഫലമായി ലഭിച്ച 30 വെള്ളിക്കാശ് ദേവാലയത്തിൽ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ കൊടുത്തു. അവരത് വാങ്ങിച്ചില്ല, അത് ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷേ ആ പുരോഹിതന്മാരുടെ അടുത്ത് എന്ന് താനൊരു കാര്യം പറഞ്ഞു. അത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. താൻ പറഞ്ഞത്, ഞാൻ കാണിച്ചു തന്നത് യാതൊരു കുറ്റമില്ലാത്ത ഒരു രക്തത്തെയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുവായിരിക്കുന്ന കർത്താവായ യേശു ഒരു പാപം പോലും ചെയ്തിട്ടില്ല എന്ന് തന്നെ ഒറ്റിക്കൊടുത്തതായിരിക്കുന്ന യൂദാസ്കറിയാത്ത പറഞ്ഞതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പിന്നെയും നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് കർത്താവിനെ ക്രൂശിക്കുന്നവർ എന്ന് പറഞ്ഞാൽ താടിരോമങ്ങൾ വലിച്ചു പറിച്ച്, താടിരോമങ്ങളൊക്കെ വലിച്ചു പറിച്ചാൽ പിന്നെ നമ്മുടെ ഈ പുറത്തെ സ്കിന്നൊന്നും ഉണ്ടാവില്ല, കണ്ടാൽ ഒരു മാംസപിണ്ഡം പോലെ ഇരിക്കും, രക്തം വാർന്നു കണ്ടാൽ ആളല്ലെന്ന് തോന്നിക്കുമാറും. ആരാണെന്ന് ഇപ്പം എൻ്റെ ഈ താടിരോമങ്ങളൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രക്തപങ്കിലമാകും, സ്കിന്നൊക്കെ പോകും. പിന്നെ എന്നെ കണ്ടാൽ എന്നെ അറിയുന്നവർക്ക് പോലും തിരിച്ചറിയാൻ കഴിയില്ല. കർത്താവ് യേശുവിനെ കണ്ടപ്പോൾ കണ്ടാൽ
ആളിൽ നിന്ന് തോന്നിക്കുമാറുള്ള ഒരവസ്ഥ ഉണ്ടായി എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, തന്നെ നഗ്നനായ ആണ് തന്നെ ക്രൂശിച്ചത്. അവിടുത്തെ പടയാളികൾ ആ വസ്ത്രമൊക്കെ ഉരിഞ്ഞു കളഞ്ഞു, മുഖത്തടിച്ചു, കാർക്കിച്ചു തുപ്പി, താടിരോമങ്ങൾ വലിച്ചു പറിച്ചു, വലിയ മുള്ളുകൾ ഉള്ള ഒരു മുൾക്കിരീടം ആ തലയിൽ അണിയിച്ചു. വേദപണ്ഡിതന്മാർ പറയുന്നത് അതിലൊരു മുള്ളൊക്കെയും കുത്തിത്തുളച്ചകത്തുകൂടെ കടന്നു വന്നു. ഒത്തിരി രക്തം വാർന്നുപോയി. ആ പടയാളികളെല്ലാവരും, അവിടെ കൂടിയിരുന്ന പടയാളികൾ, മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത്, ആ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണാൻ കഴിയുന്നത്, അവർ പറയുകയാണ്, ഈ മനുഷ്യൻ സാക്ഷാൽ ദൈവപുത്രനാണ്, ഒരു പാപവും ചെയ്യാത്തവനാണ് സത്യമെന്നാണ്. ഈ സംഭവങ്ങളെല്ലാം കണ്ടതായിരിക്കുന്ന, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തതായിരിക്കുന്ന ശതാധിപൻ പറഞ്ഞ വാക്കാണ് നമ്മൾ മത്തായി സുവിശേഷം 27-ാം അധ്യായം 54-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു കേട്ടത്. ആ ശതാധിപൻ പറയുന്നത് 27-54 പറയുന്നത്, ഈ മനുഷ്യൻ ഒരു നീതിമാനാണ്, ഈ മനുഷ്യൻ ഒരു നീതിമാനാണ്, ദൈവപുത്രനാണ് സത്യം. പ്രിയപ്പെട്ടവരെ, എങ്കിൽ യൂദാസ്കറിയാത്ത, പിലാത്തോസിന്റെ ഭാര്യ, ഹെറോദോസ്, അതുപോലെ തന്നെ ആ യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളൻ, ഈ സെഞ്ചൂറിയൻ, കർത്താവിനെ കണ്ണത്തടിക്കുകയും താടിരോമങ്ങൾ വലിച്ചുപറിക്കുകയും കൈകാലുകൾ തുളയ്ക്കുകയും ചെയ്ത ആ പടയാളികൾ, ഇവരെല്ലാം യേശു ഒരു പാപം ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെ എന്തിനു വേണ്ടിയാണ് കർത്താവായ യേശു ക്രൂശിക്കപ്പെട്ടത്? ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്, മഹാപുരോഹിതന്മാരുടെ സംഘത്തിലും അവിടെ കയ്യപ്പാസും അന്നാസും യേശുവിനെ വിസ്തരിക്കുന്നുണ്ട്. സെന്നിധിരി സംഘം യേശുവിൻ്റെ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയുന്നു, അവർ കണ്ടെത്തിയതായിരിക്കുന്ന ഒരു തെറ്റെന്ന് പറയുന്നത്, അവർ പ്രധാന പുരോഹിതൻ ഇങ്ങനെ ചോദിച്ചു യേശുവിനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു, അത്യുന്നതന്റെ പുത്രനായ ക്രിസ്തു എന്ന ചോദ്യത്തിന് യേശു മറുപടി പറഞ്ഞു, അതെ, ഞാൻ ആകുന്നു. ആ ഉത്തരം കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം? അവൻ ദൈവദൂഷണം പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി അവനെ ക്രൂശിക്കാനായിട്ട് വേറെ സാക്ഷികളുടെ ആവശ്യം ഇല്ല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനാണെങ്കിൽ ആ ദൈവപുത്രൻ അല്ല എന്നുള്ളത് കൊണ്ടാണ് ക്രൂശിക്കുവാനായിട്ട് അവർ തയ്യാറാകുന്നത്. എന്നാൽ അവർ വാക്തത്വങ്ങൾ മറന്നുപോയി, അവർ ദൈവജന സത്യങ്ങൾ മറന്നുപോയി, അവർ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണല്ലോ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിൽ വന്ന് പിറക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും പാപമൊന്നും ചെയ്യാതിരിക്കെ പാപികൾക്ക് വേണ്ടി മരിക്കുവാൻ കാൽവരി ക്രൂശിലേക്ക് നടന്നെടുക്കുകയും ചെയ്ത ആ യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വം നമ്മെ വളരെ അത്ഭുതപ്പെടുത്തുന്നു. എൻ്റെ മുന്നിൽ ഉത്ഭവിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, മിക്കവാറും ഈ ക്രൂശുമരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട ആരാച്ച അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആ സെഞ്ചൂറിയൻ, അദ്ദേഹം എന്തുകൊണ്ടാണ് യേശു ഒരു നിഷ്കളങ്കനാണെന്നും നീതിമാനാണെന്നും ദൈവപുത്രനാണെന്നും പറയാൻ കാരണം? അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ആ കാര്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ആ കാൽവരിയുടെ ക്രൂശിൽ പറഞ്ഞതായിരിക്കുന്ന 7 വാക്യങ്ങൾ, ഞാനതിനെ മഹത് വാക്യങ്ങളെന്ന്, രൂപാന്തരപ്പെടുത്തുന്ന വാക്യങ്ങളെന്ന്, നമുക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന വാക്യങ്ങളെന്ന് പറയുവാനായിട്ട് ഈ സമയം വിനിയോഗിക്കുകയാണ്. 7 വാക്യങ്ങൾ. ഞാൻ 7 സാക്ഷികളുടെ കാര്യം നിങ്ങളോട് പറഞ്ഞു.
7 സാക്ഷികൾ. ഇവിടെ 7 വാക്യങ്ങൾ. അത് മത്തായിയും മാർക്കോസും ലൂക്കോസും യോഹന്നാനും രേഖപ്പെടുത്തുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഒന്നാമത് ഞാനിങ്ങനെ ചിന്തിക്കുക, സാധാരണഗതിയിൽ ഈ ക്രൂശിൽ തറയ്ക്കാനായിട്ട് ഒരാളെ കൊണ്ടുവരുമ്പോൾ അയാൾ ചിലപ്പോൾ ഓടിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ക്രൂശിൽ കിടന്ന് ഒത്തിരി ശാപവാക്കുകളും തെറിയും പറയാൻ സാധ്യതയുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെതായ ഒരു വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിന്റെ ഒരു പ്രാർത്ഥനയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം. എനിക്ക് തോന്നുന്നു ഈ സെഞ്ചൂറിയൻ, ഈ ശതാധിപൻ തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രാണവേദന അനുഭവിക്കുന്ന, ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകിയ, മുൾക്കിരീടം അണിഞ്ഞ, താടിരോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ട, ഇത്രമാത്രം പാപമൊന്നും ചെയ്യാതിരിക്കുന്ന, അല്ലെങ്കിൽ പാപമൊന്നും ചെയ്തിട്ടില്ല എന്ന് അനേകർ പറയുന്ന ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് കാണാം. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സെഞ്ചൂറിയൻ, ഈ ശതാധിപൻ തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രാണവേദന അനുഭവിക്കുന്ന, ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകിയ, മുൾക്കിരീടം അണിഞ്ഞ, താടിരോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ട, ഇത്രമാത്രം പാപമൊന്നും ചെയ്യാതിരിക്കുന്ന, അല്ലെങ്കിൽ പാപമൊന്നും ചെയ്തിട്ടില്ല എന്ന് അനേകർ പറയുന്ന ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് കാണാം. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യേ പ്രാർത്ഥിക്കുന്നവരാണ് ഒരു യഥാർത്ഥ ക്രിസ്തുവിന്റെ ശിഷ്യൻ. യേശു അവിടെ വെച്ച് പ്രാർത്ഥിക്കുക, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം. ആ ശതാധിപൻ തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഒരു പ്രാർത്ഥിക്കുന്ന, ക്രൂശിൽ കിടക്കുന്ന മനുഷ്യനെ കാണുന്നത്. അതും തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്. ഈ പ്രാർത്ഥന തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതകരമായിരിക്കുന്ന തന്റെ ചിന്തയ്ക്കൊരു മാറ്റം കൊടുക്കാൻ ഇടയായിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരാണ്. നമ്മെ ഉപദ്രവിക്കുന്നവരെ, നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി, സുവിശേഷ വിരോധികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുവാനുള്ള ഒരു ആഹ്വാനം ഈ വാക്യത്തിൽ കിടക്കുന്നുണ്ട്. രണ്ടാമത്തേതായ കാര്യം, കർത്താവായ യേശു ആ ക്രൂശിൽ കിടക്കുമ്പോൾ ആ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് തൻ്റെ അമ്മയായ മറിയത്തോടും, അതുപോലെ തന്നെ താൻ സ്നേഹിച്ച, തന്നെ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യനായിരുന്ന യോഹന്നാനെയും കണ്ടിട്ട് താൻ ഇങ്ങനെ പറയുന്നുണ്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. അതിനടുത്ത വാക്യത്തിൽ പറയുന്നത്, അന്നു മുതൽ ഈ യോഹന്നാൻ തൻ്റെ അമ്മയുടെ, മറിയത്തിൻ്റെ ആ സംരക്ഷണം ഏറ്റെടുത്തു എന്നാണ്. നമുക്കറിയാം, ദൈവവചനം പഠിക്കുമ്പോൾ, ഒരിക്കൽ യേശു ഒരു വീട്ടിൽ നിന്ന് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സഹോദരിമാരും വന്നിട്ടുണ്ടല്ലോ. യേശു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരിയും സഹോദരന്മാരും? എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവരത്രേ എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ച് ദൈവത്തെ പിൻപറ്റുന്ന, ദൈവത്തെ അനുസരിക്കുന്നവരാണ് സ്വർഗീയ കുടുംബത്തിൻ്റെ അംഗങ്ങൾ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തിലുള്ള കുടുംബമല്ല സ്വർഗത്തിലെ കുടുംബം. സ്വർഗത്തിലെ കുടുംബം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെടുന്നവരും, യേശുവിനെ പിൻപറ്റുന്നവരും, യേശുവിന്റെ വചനപ്രകാരം ജീവിക്കുന്നവരുമാണ്. അല്ലാതെ പാരമ്പര്യമായിട്ട് ഞാനൊരു ക്രിസ്തീയ നാമധേയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു എന്നുള്ളത് കൊണ്ട് നാം ആരും സ്വർഗീയ കുടുംബത്തിന്റെ അംഗങ്ങളായി മാറുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, താൻ ക്രൂശുമരണം വഹിക്കുമ്പോഴും, താൻ വേദന കൊണ്ട് പിടയുമ്പോഴും, താൻ പാപങ്ങളുടെ മോചനത്തിനായി തൻ്റെ പാപമില്ലാത്ത രക്തം ചൊരിയുമ്പോഴും, താൻ
ഒരു ഉത്തരവാദിത്വം നിറവേറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തന്നെ സ്നേഹിക്കുന്ന, താൻ സ്നേഹിച്ച ശിഷ്യനോട് തന്നെ ആശ്രയിച്ച തൻ്റെ അമ്മയായ മറിയത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അനുഗമിക്കുന്നവർക്ക്, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, കർത്താവിൻ്റെ പാത പിന്തുടരുന്നവർക്ക് കർത്താവ് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നാം എപ്പോഴും പ്രാർത്ഥിച്ച് മാത്രം ഇരിക്കേണ്ടവരല്ല. ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിന് പ്രസാദമുള്ള ഹിതവും അനാഥരെയും വിധവകളെയും ചെന്നുകണ്ട് സഹായിക്കേണ്ടതും പിതാവിൻ്റെ മഹത്വത്തിനായി നന്മ പ്രവൃത്തികളെ ചെയ്യേണ്ടതും ഇതൊക്കെയും ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യങ്ങളാണ്. അതുകൊണ്ട് ഈ ക്രൂശിൽ കിടക്കുമ്പോൾ കർത്താവ് ഏൽപ്പിച്ചതായിരിക്കുന്ന ഉത്തരവാദിത്വം ഇന്ന് എന്നെയും നിന്നെയും നോക്കിക്കൊണ്ട് കർത്താവ് ഏൽപ്പിക്കുകയാണ്. കരുണയോടെ, ഉത്സാഹത്തോടെ ചിലത് ചെയ്യുവാൻ ദൈവം നമ്മെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ COVID-19 കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ അനേക ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് പേർ മരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പോലെ എൻ്റെ ഒരു കസിൻ ഇങ്ങനെ എന്നോട് പറയുവാനിടയായി. ഫോൺ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ശ്വാസം കിട്ടാതായാൽ മാത്രമേ, അത്രയും മറ്റ കൈക്ക് മാത്രമേ ഇങ്ങോട്ട് വരണ്ടൂ എന്ന് പറയുവാനിടയായി. എന്നാൽ ഈ കൊച്ചു കേരളത്തിൽ കേരള ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ശൈലജ ടീച്ചർക്കും അതുപോലെ ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർക്കും നഴ്സുമാരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന മനുഷ്യൻ, ആ ടൂറിസ്റ്റിലെ ആ ടീം അംഗങ്ങളിൽ ഒരാൾ പറഞ്ഞതായിരിക്കുന്ന കാര്യം ഞാൻ ന്യൂസ് ചാനലിൽ ഇങ്ങനെ കാണുവാനായിട്ടിടയിൽ. അദ്ദേഹം പറഞ്ഞത്, ഇവിടെയുള്ള ആരോഗ്യ പ്രവർത്തകർ ഞങ്ങളോട് സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറി എന്നുള്ളതാണ്. ദൈവസ്നേഹം നമ്മളിലൂടെ പുറത്തു വരണം. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവരായിട്ടല്ല, ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ട് ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാൻ നാം തയ്യാറാകണം. അതിൻ്റെ ഒരു ആഹ്വാനമാണ് മറിയത്തോട് ഇതാ നിന്റെ മകൻ എന്നും യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞതുമായ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാലാമത്തതായ കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കർത്താവായ യേശു പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം എങ്ങനെയാണ്? എന്നെ കൈവിട്ടത് എന്ത്, പിതാവേ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിച്ച് താൻ കരയുന്നതായിട്ട് മത്തായി സുവിശേഷം 27-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിലും മർക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിലും പറയുന്നതായിട്ട് ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ, ഒരു ദൈവപുത്രന്റെ ജീവിതത്തിൽ പരമപ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അനുഗ്രഹങ്ങളല്ല. നാം ഈ കാണുന്ന ആത്മീയ അനുഗ്രഹങ്ങളോ ഭൗതിക അനുഗ്രഹങ്ങളോ അല്ല, മറിച്ച് അതിനേക്കാൾ വലുത് എന്ന് ഞാൻ പറഞ്ഞാൽ കാര്യം പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളോ ഫലങ്ങളോ അല്ലെങ്കിൽ ഭൗതികമായ അനുഗ്രഹങ്ങളോ ഒന്നുമല്ല. അതിനേക്കാൾ ഉപരി ജീവനുള്ള ദൈവവുമായുള്ള അഭേദ്യമായ ഒരു ബന്ധമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു മതമല്ല. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം, യേശു ഒരു മതം സ്ഥാപിക്കാൻ വന്നിട്ടില്ല. യേശു ഭൂമിയിലേക്ക് വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ സ്വർഗവുമായുള്ള റിലേഷൻഷിപ്പ്, പിതാവായ ദൈവവുമായുള്ള റിലേഷൻഷിപ്പ്, ദൈവമായിട്ട് മനുഷ്യനെ ബന്ധിപ്പിക്കുവാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യന്റെ പാപമാണ് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിന്റെ ആ തകർച്ചയ്ക്ക് കാരണം. എങ്കിൽ ആ തകർച്ചയെ മാറ്റി, ആ തകർച്ചയ്ക്ക് മാറ്റിക്കൊണ്ട് ആ ബന്ധം പുനഃസ്ഥാപിക്കാനായി യേശു വന്നു എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി, ഒരുവൻ പോലും മാറ്റമില്ല. അതുമാത്രമല്ല, പാപത്തിന് ശിക്ഷ മരണമത്ര. നോഹയുടെ കാലത്ത് പാപം ചെയ്ത ജനത്തെ ദൈവം ശിക്ഷിച്ചു. എന്നാൽ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നോഹ ദൈവത്തെ അനുസരിച്ചു. താൻ നീതിപ്രസംഗിയായി ഒരാൾക്കുണ്ടാക്കി, ഒരു പെട്ടകമുണ്ടാക്കി, നോഹയും കുടുംബത്തിലേക്ക് കയറി. ആ ശിക്ഷാവിധി കഴിഞ്ഞപ്പോൾ
അവർ പുറത്തു വന്നപ്പോൾ അവർ യാഗം അർപ്പിച്ചു. അപ്പോൾ ദൈവം അവർക്കായി ഒരു ഉടമ്പടി ചെയ്തു എന്ന് ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. ആ ഉടമ്പടിയെക്കുറിച്ച് ഇങ്ങനെയാണ് കാണുന്നത്. ദൈവം അവരോട് പറയുക, ഇനി നിന്റെ അകൃത്യത്തിന് വേണ്ടി, നിന്റെ പാപത്തിന് വേണ്ടി ഞാൻ നിന്നെ ശിക്ഷിക്കുകയില്ല, മറിച്ച് നിന്റെ ശിക്ഷ ഏറ്റെടുക്കുവാൻ സ്വർഗത്തിൽ നിന്നൊരു ഇര, സ്വർഗത്തിൽ നിന്ന് ഒരു വ്യക്തി കടന്നു വരും. പ്രതീകാത്മകമായിട്ട് ദൈവം ഒരു മഴവില്ല് കാണിച്ചു കൊടുത്തു. ആദ്യമായിട്ടൊരു മഴവില്ല് എന്ന് പറഞ്ഞാൽ അവർക്കറിയാം, വില്ലൊക്കെ അവർക്കറിയാം. അമ്പ് തൊടുത്തു വിടേണ്ടത് ഒരു മഴവില്ല് കാണുമ്പോൾ, അതൊരു വില്ലായിട്ട് നിൽക്കുമ്പോൾ അതിൽ വെക്കുന്ന അമ്പ് പോകുന്നത് ആകാശത്തിലേക്കാണ്. എന്ന് പറഞ്ഞാൽ മാനവലോകത്തിന്റെ പാപത്തെ ചുമക്കാനുള്ള സ്വർഗത്തിന്റെ കുഞ്ഞാട്, ദൈവത്തിന്റെ കുഞ്ഞാട്, അതാണ് കർത്താവായ യേശുക്രിസ്തു. കർത്താവ് ഒരു പാപവും ചെയ്യാതിരുന്നപ്പോഴും കാൽവരി ക്രൂശിലെ മരണം വഹിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതെന്റെയും നിന്റെയും കടുംചോപ്പായ പാപമാണ്. ഞാനും നിങ്ങളും തലമുറകളായി ദൈവത്തോട് മത്സരിച്ച് വന്നതായിരിക്കുന്ന ശാപമാണ് യേശുവിനെ ആ മരത്തിൽ തൂക്കി കൊല്ലുവാനായിട്ട് ഇടയായ സാഹചര്യം. ആ ശതാധിപന് ഒരു കാര്യം മനസ്സിലായി. പലപ്പോഴും പലരും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ താൻ ഈ ശിക്ഷ ഏറ്റെടുക്കുവാൻ കടന്നു വന്നിരിക്കുന്നു. യേശു കരഞ്ഞില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആണികൾ തന്റെ കൈകാലുകളിൽ തറച്ചപ്പോഴും, താടുകൾ വലിച്ചു പറിക്കപ്പെട്ടപ്പോഴും, ചാട്ടവാറടിയേറ്റപ്പോഴും മാനുഷികമായി താൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ താൻ ശിക്ഷ മനസ്സാൽ ഏറ്റെടുക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? എനിക്കും നിങ്ങൾക്കും വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിന് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് മാനവലോകത്തിന്റെ പാപത്തിന് ശിക്ഷ വഹിക്കുമ്പോൾ ആ പിതാവുമായുള്ള ബന്ധം ഒരു നിമിഷം വിച്ഛേദിക്കപ്പെടുന്ന ആ ക്രോധാഗ്നിയിൽ ആ പിതാവിന്റെ ആ നിത്യനായിരിക്കുന്ന ആ റൈച്ചസ് ജഡ്ജായിരിക്കുന്ന ആ പിതാവിന്റെ ആ ബന്ധത്തിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്ന ഒരു അനുഭവം. അതുകൊണ്ടാണ് കർത്താവ് ഉറക്കെ കരയുന്നത്, എന്നെ കൈവിട്ടത് എന്ത്? ആ ശിക്ഷ ഏറ്റെടുക്കുന്ന അനുഭവത്തെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ഏത് സമ്മാനം നിങ്ങളുടെ മേൽ നീട്ടിയാലും, ഏത് ലോകത്തിന് സമ്മർദ്ദം നിങ്ങളുടെ മേൽ വന്നാലും ദൈവമായുള്ള ബന്ധം അതിന് ഉലച്ചിൽ പറ്റുന്ന ഒരു അനുഗ്രഹവും ഒരു സ്ഥാനമാനങ്ങളും ഒരു പ്രത്യേകമായ പുരസ്കാരവും നമുക്ക് വേണ്ട. ഒന്നാമതായി നമുക്ക് വേണ്ടത് ജീവനുള്ള ദൈവമായുള്ള ആത്മബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ, ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് വിത്ത് എ ലിവിംഗ് ഗോഡ്, ജീവനുള്ള ദൈവമായിട്ട്. അതുകൊണ്ടാണല്ലോ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമെന്ന തിരശ്ശീല രണ്ടായി ചീന്തി നമുക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് ഒരു വഴി തുറന്നു. ഒരു അത്ഭുതമാണ് നടന്നത്. കട്ടിയുള്ള ആ തിരശ്ശീല താഴെ നിന്നല്ല കയറിയത്, മുകളിൽ നിന്ന് താഴോട്ട് കയറുവാനായിട്ടിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞതായിരിക്കുന്ന അടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. താൻ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരിക്കൽ താൻ ദാഹിച്ചതായ ഒരു സന്ദർഭത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. സുഖാർ പട്ടണത്തിൽ താൻ നട്ടുച്ചയ്ക്കിരിക്കുമ്പോൾ തനിക്ക് ദാഹിക്കുന്നു. ഒരു സമരക്കാരി സ്ത്രീ വന്ന് വെള്ളം കോരാൻ വരുന്നു. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യേശു അവളോട് പറഞ്ഞു, നീ തരുന്ന വെള്ളം കുടിക്കുന്നവനക്ക് പിന്നെയും ദാഹിക്കും. എന്നാൽ ഞാൻ നിനക്ക് തരുന്ന ജലം നീ കുടിച്ചാൽ നിനക്ക് പിന്നെ ദാഹിക്കുകയില്ല. കർത്താവ് പറഞ്ഞത് ആത്മീയമായ ജലത്തെക്കുറിച്ചായിരുന്നു. ഒരു മനുഷ്യന് വേണ്ട സ്പിരിച്വൽ റിക്വയർമെന്റിനെ കുറിച്ചായിരുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ആ സ്പിരിച്വൽ ക്വഷ്യന്റിനെ കുറിച്ചായിരുന്നു കർത്താവ് പറഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇങ്ങനെ പറഞ്ഞതായ ഒരു സന്ദർഭമുണ്ട്. ഉറക്കം നിലവിളിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരും, സൗജന്യമായിട്ട് അവർ കുടിക്കട്ടെ. അവരുടെ ഉള്ളിൽ നിന്ന് വിശുദ്ധ ലിഖിതം പറയുന്ന പോലെ ആ ജീവജലത്തിന്റെ അരുവികൾ പുറപ്പെട്ടു വരും. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിന് ആ സമയത്ത് അവര് ഈ ചുറുക്ക് കലർത്തിയ വീഞ്ഞു കൊടുത്തു. ഒരു സെഡേഷന് വേണ്ടി കൊടുക്കുന്നത്.
അത് രുചിച്ചു നോക്കി ഒരു സെഡേഷന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയ യേശു കർത്താവ് അത് നിരസിച്ചു. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി തനിക്ക് അനുഭവിക്കാനുള്ളത്, എനിക്ക് നിങ്ങൾക്കും വേണ്ടി സഹിക്കാനുള്ളത്, എന്റെയും നിന്റെയും കടുംചുവപ്പായ പാപത്തിനു വേണ്ടി അനുഭവിക്കാനുള്ളത്, ശാപത്തെ മാറ്റുവാനായി അനുഭവിക്കാനുള്ളത് പൂർണ്ണമായി അനുഭവിക്കുവാൻ യേശു തയ്യാറായി എന്നാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് വേണ്ടെന്ന് വെച്ചു. അടുത്തതായ കാര്യം കർത്താവ് പറഞ്ഞ 6-ാമത്തെ വാക്യം അതെങ്ങനെയാണ്? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വാക്യം. നേരത്തെ ഞാൻ പറഞ്ഞത് 19:28 19:30 പറയുന്നു. കർത്താവ് പറയാണ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഓർ കംപ്ലീറ്റഡ്. എല്ലാം പൂർത്തിയായിരിക്കുന്നു. എത്ര പേർക്ക് അത് പറയാൻ കഴിയും? ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നമ്മെക്കുറിച്ച് കർത്താവും ആഗ്രഹിക്കുന്നത് അങ്ങനെ പറയണമെന്നാണ്. അതുകൊണ്ട് വിശുദ്ധനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞത്, ഞാൻ നല്ല ഓട്ടം ഓടി, ഞാൻ നല്ല പോർപുരുതി, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ കർത്താവിനെ അനുകരിച്ചതുപോലെ നിങ്ങൾ എന്നെ അനുകരിക്കുകയും. ഒരു സ്ഥലത്ത് പറയാം, എന്നെ നിങ്ങൾ അനുകരിക്കുകയും. പ്രിയപ്പെട്ടവരെ, ആ വാക്യത്തിൽ ഒരു കാര്യം കിടക്കുന്നുണ്ട്. നമ്മെ ഓരോരുത്തരെയും കർത്താവ് ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായിരിക്കാം, പൊതുവായൊരു ദൗത്യം ഉണ്ടായിരിക്കാം, എന്നാൽ വ്യക്തിപരമായി വ്യത്യസ്തതയുണ്ടാകാം. എന്നെയും നിന്നെയും ഏൽപ്പിച്ച ടാലന്റുകൾക്ക് വ്യത്യാസമുണ്ടാകാം. ദൈവത്തിന്റെ ആഗ്രഹം നാം ഓട്ടക്കളത്തിൽ അത് പൂർത്തീകരിക്കണമെന്ന്, ആ മാരത്തണിൽ നാം പൂർത്തീകരിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വാക്യം നമ്മോട് പറയുന്നത് അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞത്, താൻ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു. ജീവത്യാഗത്തോളം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലല്ലോ എന്ന് പൗലോസ് പറയുന്ന വാക്യവും നമുക്ക് ചേർത്തി വായിക്കാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞതായി ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഞാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെയും നിന്നെയും ഏൽപ്പിച്ച ദൗത്യം നാം പൂർത്തീകരിച്ചിട്ടുണ്ടോ? നാം ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടി? നാം ഈ ഭൂമിയിലേക്ക് മാതാപിതാക്കളിൽ നിന്ന് നാം ജനിച്ചത് എന്തിനു വേണ്ടി? നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന എന്തിനു വേണ്ടി? നമ്മുടെ ആത്മാവ്, നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവിന് ദൈവം അധിവേശിപ്പിച്ചിട്ടുണ്ട്. ആ ആത്മാവിനോട് അസൂയയോട് അപേക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞ അവസാന വാക്യം, എന്റെ ആത്മാവിനെ തൃക്കരത്തിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്ന വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശുവിന്റെ അടുത്ത് ഒരിക്കൽ ഒരു നാണയം കൊണ്ടുവന്നിട്ട് ചോദിച്ചു, സീസറിന് നികുതി കൊടുക്കുന്നത് വിഹിതമാണ്. യേശു പറഞ്ഞു, ഒരു നാണയം കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു നാണയം കൊണ്ടുവന്നു. ചോദിച്ചു, ഈ നാണയത്തിൽ ഉള്ള സീൽ ചെയ്തിരിക്കുന്ന ആരുടെ ഇതാ, മുദ്ര ഏതാ? അപ്പൊ പറഞ്ഞു, അത് സീസറിന്റെ. എങ്കിൽ കർത്താവ് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പണമോ നമ്മുടെ കാശോ നമ്മുടേതായി ഈ ലോകപ്രകാശം നശിച്ചുപോകുന്ന ഒന്നും നമ്മുടെ ദൈവത്തിന് വേണ്ട. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് വേണ്ട. നമ്മുടെ ദൈവത്തിന് ആവശ്യം നമ്മളിലേക്ക് ദൈവം നൽകിയിരിക്കുന്ന നമ്മുടെ ആത്മാവിനെയാണ്. അതുകൊണ്ട് ആത്മാവിന്റെ കണക്ക്, പാസ്റ്റർമാരെ കുറിച്ച് പറയുന്നത് ആത്മാവിന്റെ കണക്ക് സംബന്ധിച്ച് ചില കാര്യങ്ങൾ അവർ ചോദിക്കുന്ന പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ കഴിയണം. കർത്താവ് പറഞ്ഞ അവസാന വാക്കത, ഞാൻ എല്ലാം പൂർത്തീകരിച്ചു, അങ്ങയുടെ ഹിതം ഞാൻ നടത്തി, ഇതാ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. 7 വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ലൂക്കോസിന്റെ സുവിശേഷം 23:34 പിതാവ് ഇവർ ചെയ്യുന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ക്രൂശിൽ കിടക്കുന്ന കർത്താവ്. മറിയത്തിന്റെ ഉത്തരവാദിത്വം തന്നെ സ്നേഹിക്കുന്ന ഒരു ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവ്. തന്റെ കൂടെ കൊടും കുറ്റവാളിയായിട്ട് ക്രൂശുമരണം വഹിക്കുവാൻ വന്ന വ്യക്തിയോട് അവന്റെ മാനസാന്തരം കണ്ടിട്ട്, അവന്റെ വിശ്വാസം കണ്ടിട്ട്, അവന്റെ പാപങ്ങളെ മോചിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുമ്പുള്ള ഇടമായിരിക്കുന്ന പർദീസയിലേക്ക് അവനെ പ്രവേശിപ്പിക്കാമെന്ന വാഗ്ദത്ത വചനം പറഞ്ഞ കർത്താവ്. അതുപോലെ എന്നെ കൈവിട്ടത് എന്തെന്ന് ചോദിച്ച്
ആ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയതെന്ന് നമ്മെ ഓർമ്മിപ്പിച്ച കർത്താവ്. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ഫിസിക്കൽ ടയർഡ്നെസ് ഉണ്ടായ ആ കർത്താവ് ഒരു സ്പിരിച്വൽ ആ ടയർഡ്നെസ്, അല്ലെങ്കിൽ സ്പിരിച്വൽ നോട്ട് ടയർഡ്നെസ്, സ്പിരിച്വൽ ആ തേഴ്സ്റ്റി, ആ സ്പിരിച്വൽ തേഴ്സ്റ്റി ആയിരിക്കുന്ന കർത്താവ് ആ സുവിശേഷത്തിന്റെ ആവശ്യകത. അതുപോലെ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തീകരിച്ചു, ആ യാഗം പൂർത്തീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇനിയൊരു യാഗമില്ല, ഇനിയൊരു യാഗത്തിന്റെ ആവർത്തനമില്ല, ഇനിയൊരു ദിവ്യമായ ബലിയില്ല, ഇനി ഓർമ്മയാചരണം മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, കർത്താവായി യേശു കാൽവരി ക്രൂശിൽ ചെയ്ത ഈ യാഗത്തെ പുനരാവർത്തിക്കുവാൻ ഒരു പുരോഹിതനും കഴിയുകയില്ല, ഒരു പള്ളി അച്ഛനും കഴിയുകയില്ല. എബ്രായ ലേഖനം പഠിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കൽ ഒരു പുരോഹിതൻ, പ്രശസ്തനായ ഒരു പുരോഹിതൻ എന്നോട് ചോദിച്ചു, കുർബാനയെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ അദ്ദേഹത്തോട് മറ്റൊന്നും പറഞ്ഞില്ല. എബ്രായ ലേഖനം നിങ്ങൾ പഠിച്ചാൽ, അച്ഛൻ പഠിച്ചാൽ അച്ഛന് മനസ്സിലാക്കാൻ കഴിയും, പുനരാവർത്തിക്കുന്ന ഒരു ബലിയേ ഇല്ല. പ്രിയപ്പെട്ടവരെ, അവസാനമായി നമ്മുടെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ, ഒരു കോൺഫിഡൻസോടുകൂടി ഏൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അതായിരുന്നു അവസാനത്തെ വാക്യം. ഇതെല്ലാം കണ്ടപ്പോൾ, താൻ പറഞ്ഞതായ വാക്കുകൾ കേട്ടപ്പോൾ, തൻ്റെ ആ സവിശേഷത മനസ്സിലാക്കിയ, തൻ്റെ വിശുദ്ധി മനസ്സിലാക്കിയ, തൻ്റെ തേജസ് മനസ്സിലാക്കിയ ആ ശതാധിപൻ പറയുകയാണ്, ഈ മനുഷ്യൻ സാക്ഷാൽ നീതിമാൻ, ഈ മനുഷ്യൻ സാക്ഷാൽ നീതിമാൻ, ഈ മനുഷ്യൻ സാക്ഷാൽ ദൈവപുത്രൻ, ഈ മനുഷ്യൻ സാക്ഷാൽ നിഷ്കളങ്കൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് ക്രൂശിൽ പറഞ്ഞ 7 മൊഴികളും നമ്മുടെ ജീവിതത്തിൽ നമ്മെ രൂപാന്തരപ്പെടുത്താൻ മതിയായതാണ്. അതുകൊണ്ട് ഇന്ന് ഈ ദിവസം ഒരു തീരുമാനമെടുക്കാം. ഞാൻ കർത്താവിനെ അനുഗമിക്കുന്നവനാണ്, ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവനാണ്. ഞാനതുകൊണ്ട് പ്രാർത്ഥിക്കും, ഉത്തരവാദിത്തോടെ പെരുമാറും, വാഗ്ദത്തങ്ങളെ പ്രാപിക്കും. ഞാൻ ഒരിക്കലും ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകുകയില്ല. സുവിശേഷ പ്രവർത്തനത്തിൽ ഞാൻ പങ്കാളിയാകും. എന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളെ ഞാൻ പൂർത്തീകരിച്ച് എൻ്റെ ആത്മാവിനെ എൻ്റെ ഉടയവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹമേരിവാൻ മനുഷ്യരിലെന്തു നന്മ കണ്ടു നീരക്ഷാകരാ. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹമേരിവാൻ മനുഷ്യരിലെന്തു നന്മ കണ്ടു നീരക്ഷാകരാ. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹമേരിവാൻ മനുഷ്യരിലെന്തു നന്മ കണ്ടു നീരക്ഷാകരാ. ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ മനുഷ്യനായി പാടുപെട്ടു കുരിശിന്മേൽ മരിച്ചു. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹമേരിവാൻ മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീരക്ഷാകരാ. പാപികളും ദ്രോഹികളും മായനാരവർഗത്തെ വീണ്ടെടുപ്പാനെത്ര കഷ്ടം സഹിച്ചു നീ ശാന്തമാ. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹമേരിവാൻ മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീരക്ഷാകരാ. നിർമ്മലന്മാർ പൂജിക്കുന്ന പരലോക അപ്പം താൻ പാപികൾക്ക് ജീവ
ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹമേരിവാൻ മനുഷ്യരെ ലെന്തു നന്മ കണ്ടു നീരക്ഷാകരാ. കൃപയാലെ രക്ഷപ്പെട്ട പാപിയായ ഞാനിതാ, ഹൃദയത്തിൽ ദൈവസ്നേഹം എരിവാൻ വാഞ്ചിക്കും. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹമേരിവാൻ മനുഷ്യരെ ലെന്തു നന്മ കണ്ടു നീരക്ഷാകരാ. പാപിയിൽ പ്രധാനിയായിരുന്ന എന്നെ രക്ഷിപ്പാൻ ശാപമൃത്യു ഏറ്റ നിന്നെ നിത്യകാലം വാഴ്ത്തും ഞാൻ. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹമേരിവാൻ മനുഷ്യരെ ലെന്തു നന്മ കണ്ടു നീരക്ഷാകരാ. ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ മനുഷ്യനായി പാടുപെട്ടു കുരിശിന്മേൽ മരിച്ചു. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം